അനന്തപുരിയിൽ കലോത്സവത്തിന് നാളെ 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് തിരിതെളിയും. കാസർഗോഡ് നിന്നും യാത്ര തിരിച്ച സ്വർണ്ണക്കപ്പ് ഇന്ന് തിരുവനന്തപുരം ജില്ലാതിർത്തിയിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഏറ്റുവാങ്ങും. കലോത്സവ കലവറയുടെ പാല് കാച്ചൽ രാവിലെ 10:30 നടക്കും. അതുപോലെ തന്നെ കലോത്സവത്തിന്റെ രജിസ്ട്രേഷൻ നടപടികളും ഇന്ന് ആരംഭിക്കും. കലോത്സവ നഗരിയിൽ നിന്നും വിവരങ്ങളുമായി വിനയ രാജുണ്ട്. വിനയ, കലോത്സവം ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് സ്വർണ്ണക്കപ്പെത്താനും പാല് കാച്ചലിനും എല്ലാം ബാക്കിയുള്ളത്. തിരുവനന്തപുരം നഗരം അതിന്റെ ഒരു ആരവങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞോ? തീർച്ചയായും അതിൽ എന്തായാലും തിരുവനന്തപുരം ആതിഥേയത്വം വഹിക്കുന്ന കലോത്സവത്തിന് തുടക്കം തിരിതെളിയാൻ ഇനി മണിക്കൂറുകൾ മാത്രമേ ശേഷിക്കുന്നുള്ളൂ. അതിന്റെ ഒരു ആവേശത്തിലും ആഘോഷത്തിലും തന്നെയാണ് തലസ്ഥാന നഗരിയുള്ളത്. നാളെ രാവിലെ 9 മണിയോടെ പ്രധാന വേദിയായിട്ടുള്ള സെൻട്രൽ സ്റ്റേഡിയത്തിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ പതാക ഉയർത്തുന്നതോടെയാണ് ഈ പരിപാടികൾക്കെല്ലാം തന്നെ ഒരു തുടക്കം കുറിക്കുന്നത്. പിന്നീട് ഔദ്യോഗിക വേദിയായിട്ടുള്ള ഈ പ്രധാന വേദിയായിട്ടുള്ള സെൻട്രൽ സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഔദ്യോഗികമായി ഉദ്ഘാടനം നിർവഹിക്കും. തുടർന്നായിരിക്കും ഈ പരിപാടികളടക്കം തന്നെ നടക്കുന്നത്. എന്തായാലും ശിവൻകുട്ടിയെ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ മന്ത്രിമാരടക്കം തന്നെ പങ്കെടുക്കുന്നുണ്ട്. എന്തായാലും നാളെ അല്ലെങ്കിൽ ഇനി മണിക്കൂറുകൾ മാത്രമേ ശേഷിക്കുന്നുള്ളൂ ഈ കലാമേളയ്ക്ക് തുടക്കം കുറിക്കാൻ. എന്തായാലും അതിന്റെ ആവേശത്തിൽ തന്നെയാണ് തലസ്ഥാന നഗരി ഉള്ളത്. അതിന്റെ ആവേശത്തിലാണ്, ആഘോഷത്തിലാണ് എന്തായാലും തലസ്ഥാന നഗരി ഉള്ളത്. കൂടാതെ തന്നെ ഈ ആദ്യ ദിവസം അതായത് നാളെ 24 വേദികളിലായിട്ടായിരിക്കും മത്സരം നടക്കുന്നത്. മൊത്തത്തിൽ 25 വേദികളിലാണുള്ളത്. 25 വേദികളിലായി നദികളുടെ പേരുകളാണ് ഈ വേദികൾക്കെല്ലാം നൽകിയിരിക്കുന്നത്. ഏകദേശം 15,000-ത്തോളം വിദ്യാർത്ഥികളാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത്. 25 വേദികളിലായി നടക്കുന്ന മത്സരത്തിൽ 249 ഇനങ്ങളാണുള്ളത്. അതിലായിരിക്കും ഈ 15,000-ത്തോളം മത്സര വിദ്യാർത്ഥികളാണ് ഇതിൽ പങ്കെടുക്കുന്നത്. എന്നാലും അതിന്റെ ആവേശത്തിൽ തന്നെയാണ് ഓരോ മത്സര വിദ്യാർത്ഥികളും. അല്ലെങ്കിൽ ഈ തലസ്ഥാന അനന്തപുരി എന്ന് പറയും. 2015 ശേഷമാണ് ഇപ്പോൾ അനന്തപുരി കലോത്സവ നഗരിക്ക് വേദിയാകുന്നത്. അതിന്റെ ഒരു ആവേശം കൂടി ഉണ്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. എന്തായാലും അത്തരത്തിൽ വലിയ ആവേശത്തോടെ തന്നെയാണ് കലോത്സവത്തെ വരവേൽക്കുവാൻ വേണ്ടി അനന്തപുരി എന്തായാലും തയ്യാറായി കഴിഞ്ഞിരിക്കുന്നത്. അതേസമയം തന്നെ ഇതിന് പുറമെ തന്നെ ഈ കലോത്സവത്തിൽ 249 ഇനങ്ങളാണുള്ളതെന്ന് പറഞ്ഞു. എന്നാൽ ഇത്തവണ പുതുതായി 5 ഇനങ്ങൾ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഈ കലോത്സവ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഒരു തദ്ദേശ ജനതയുടെ 5 ഇനങ്ങൾ കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും അവ ഈ മംഗലം കളി, പണിയ നൃത്തം, പളിയ നൃത്തം, മലയപ്പുലയ ആട്ടം, ഇരുള നൃത്തം എന്നീ തുടങ്ങിയ 5 ഇനങ്ങൾ കൂടിയാണ് പുതുതായി എന്തായാലും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത്തരത്തിൽ എന്തായാലും കളറാക്കാൻ തന്നെ ഈ കലോത്സവത്തെ കളറാക്കാൻ തന്നെ അനന്തപുരി എന്തായാലും തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്, ഒരുങ്ങി കഴിഞ്ഞിരിക്കുകയാണ്. ഇതിന് പുറമെ തന്നെയാണ് സ്വർണ്ണക്കപ്പ് ഇന്ന് കാസർഗോഡ് നിന്നും യാത്ര ആരംഭിച്ച സ്വർണ്ണക്കപ്പ് ഇന്ന് തിരുവനന്തപുരം ജില്ലയിലെത്തും. തിരുവനന്തപുരം അതിർത്തിയിൽ മന്ത്രി വി ശിവൻകുട്ടി ആയിരിക്കും ഈ സ്വർണ്ണക്കപ്പ് ഏറ്റെടുക്കുന്നത്. ഈ തിരുവനന്തപുരത്തെ തന്നെ വിവിധ സ്കൂളുകളിലായി സ്വർണ്ണക്കപ്പിന് സ്വീകരണം നൽകുന്നുണ്ട്. തുടർന്ന് വൈകുന്നേരത്തോടെ PMGയിൽ എത്തുന്ന സ്വർണ്ണക്കപ്പ് തുടർന്ന് ഈ ഘോഷയാത്രയെ തന്നെ പ്രധാന വേദിയായിട്ടുള്ള സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് മന്ത്രി വി ശിവൻകുട്ടി എത്തിക്കും. ഇത്തരത്തിൽ സ്വർണ്ണക്കപ്പിന്റെ അല്ലെങ്കിൽ സ്വർണ്ണക്കപ്പും ഇന്ന് തിരുവനന്തപുരത്ത് എത്തുകയാണ്, അനന്തപുരിയിലേക്ക് എത്തുകയാണ്. കൂടാതെ തന്നെ ഇന്ന് രജിസ്ട്രേഷൻ നടപടികൾ ആരംഭിക്കുകയാണ്. വിദ്യാർത്ഥികളടക്കം തന്നെ വിവിധ ജില്ലകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളടക്കം തന്നെ ഇന്നത്തോടെ തലസ്ഥാന നഗരിയിലെത്തും. തുടർന്ന് ഈ രജിസ്ട്രേഷൻ നടപടികളെല്ലാം തന്നെ കലോത്സവത്തിന്റെ രജിസ്ട്രേഷൻ നടപടികളെല്ലാം തന്നെ ആരംഭിക്കുന്നുണ്ട്. രാവിലെ 10 മണിക്ക് തിരുവനന്തപുരം SMV ഹയർ സെക്കൻഡറി സ്കൂളിലായിരിക്കും ഈ രജിസ്ട്രേഷൻ നടപടികളെല്ലാം തന്നെ ആരംഭിക്കുക. 7 കൗണ്ടറുകളിലായി തന്നെ 14 ജില്ലകൾക്കും പ്രത്യേക രജിസ്ട്രേഷൻ അടക്കം തന്നെ ആരംഭിക്കും. കൂടാതെ തന്നെ ഈ ഹെൽപ് ഡെസ്ക് അടക്കം തന്നെ സംഘടിപ്പിക്കുന്നുണ്ട്. ഈ ഹെൽപ് ഡെസ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ ചോദിക്കുവാൻ വേണ്ടിയുള്ള പ്രത്യേക ഹെൽപ് ഡെസ്ക് അടക്കം സജ്ജമാക്കിയിട്ടുണ്ട്. എന്തായാലും ഇത്തരത്തിൽ വിപുലമായിട്ടുള്ള പരിപാടികളോട് അല്ലെങ്കിൽ വിപുലമായിട്ടുള്ള സൗകര്യങ്ങളോട് കൂടി തന്നെയാണ് ഇത്തവണ സ്കൂൾ കലോത്സവത്തിന് എന്തായാലും തുടക്കം കുറിക്കുന്നത്. പ്രത്യേകം ഈ റെയിൽവേ സ്റ്റേഷൻ കൂടാതെ തന്നെ ഇന്ന് വിദ്യാർത്ഥികളടക്കം തന്നെ അനന്തപുരിയിൽ എത്തുന്നുണ്ട്, അല്ലെങ്കിൽ തലസ്ഥാന നഗരിയിലെത്തും. ഇവർക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക യാത്രാ സൗകര്യങ്ങളടക്കം തന്നെ സജ്ജമാക്കിയിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷനുകളിലാണെങ്കിലും ബസ് സ്റ്റേഷനുകളിലാണെങ്കിലും മറ്റും പ്രത്യേക വാഹനങ്ങളടക്കം തന്നെ സജ്ജമാക്കിയിട്ടുണ്ട്. ഇവരെ ഈ ഹോട്ടൽ മുറികളിലേക്കും രജിസ്ട്രേഷൻ നടക്കുന്ന സ്ഥലങ്ങളിലേക്കുമെല്ലാം എത്തിക്കുന്നതിന് വേണ്ടി അടക്കം തന്നെ വലിയ വിപുലമായിട്ടുള്ള സൗകര്യങ്ങളടക്കം തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ തന്നെ ഇത് വിദ്യാർത്ഥികൾ വരുന്ന വാഹനമാണെന്ന് കാണിക്കുക അല്ലെങ്കിൽ അറിയുന്നതിന് വേണ്ടി പ്രത്യേകമായിട്ടുള്ള
സ്റ്റിക്കറുകളെല്ലാം തന്നെ വാഹനത്തിൽ കോഡുകളോട് കൂടിയ സ്റ്റിക്കറുകളെല്ലാം തന്നെ വാഹനത്തിൽ പതിപ്പിക്കുന്നുണ്ട്. അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാതിരിക്കാനുള്ള എല്ലാ നടപടിക്രമങ്ങളും ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇതിനോടകം തന്നെ നടക്കുന്നുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, 25 വേദികളിലായിട്ടാണ് മത്സരങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ കൂടി ഭക്ഷണം നമ്മുടെ പുത്തരിക്കണ്ടം മൈതാനത്താണ് ഒരുക്കിയിരിക്കുന്നത്. ഈ ഭക്ഷണത്തിന്റെ കലവറയുടെ തിരിതിൽ അല്ലെങ്കിൽ കലവറയുടെ പാലുകാച്ചൽ ഇന്ന് രാവിലെ 10 മണിക്ക് 10:30 തന്നെ നടക്കും. പഴയിടം തന്നെയാണ് ഇത്തവണയും പഴയിടമാണ് ഇത്തവണ ഭക്ഷണത്തിന് അല്ലെങ്കിൽ ഊട്ടുപുരയുടെ ചുമതല ഇത്തവണ പഴയിടം നമ്പൂതിരിക്ക് തന്നെയാണ്. അതിന്റെ കാര്യം അല്ലെങ്കിൽ ഇന്ന് വൈകുന്നേരത്തോടെ നൽകുന്ന ഭക്ഷണത്തോടെയായിരിക്കും ഊട്ടുപുരയുടെ അല്ലെങ്കിൽ ഊട്ടുപുരയും പ്രവർത്തനം ആരംഭിക്കുക. ഒരേ സമയം 20 വേദികളിലായും 4000 പേർക്ക് ഭക്ഷണം കഴിക്കാവുന്ന രീതിയിലാണ് ഈ ഒരുക്കങ്ങളെല്ലാം തന്നെ സജ്ജമാക്കിയിരിക്കുന്നത്. ഇന്ന് രാത്രി ഭക്ഷണത്തോടെയാണ് ഊട്ടുപുരയുടെ പ്രവർത്തനം എന്തായാലും ആരംഭിക്കുന്നത്. എന്തായാലും ഊട്ടുപുരയുടെ പ്രവർത്തനമാണെങ്കിലും വലിയ വിപുലമായ രീതിയിൽ തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത്. വിദ്യാർത്ഥികളിൽ നിന്നും ആളുകളിൽ നിന്നും സമാഹരിച്ച സാധനങ്ങൾ ഇപ്പോഴും എത്തിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ 10:30 തന്നെ ഊട്ടുപുരയിൽ പാലുകാച്ചിലോടെ തന്നെ തുടക്കമാകും. ഇത്തരത്തിൽ എന്തായാലും വിപുലമായിട്ടുള്ള പരിപാടികളെല്ലാം തന്നെ അല്ലെങ്കിൽ ഒരുക്കങ്ങളെല്ലാം തന്നെയാണ് ഇപ്പോൾ സജ്ജമാക്കിയിരിക്കുന്നത്. കൂടാതെ തന്നെ ഈ വിദ്യാർത്ഥികൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള ചികിത്സാ സഹായത്തിനെല്ലാം തന്നെ അടിയന്തര എന്തെങ്കിലും ആവശ്യത്തിന് അല്ലെങ്കിൽ സഹായത്തിന് വേണ്ടിയിട്ടുള്ള ഡോക്ടർമാരുടെ സേവനവും ആംബുലൻസും എല്ലാം തന്നെ വേദിയിലെല്ലാം തന്നെ സജ്ജമാക്കിയിട്ടുണ്ട്. ഇത്തരത്തിൽ വിപുലമായിട്ടുള്ള പരിപാടികൾ തന്നെയാണ് തലസ്ഥാന നഗരിയിൽ അനന്തപുരിയിൽ പ്രത്യേകമായി ഒരുക്കിയിരിക്കുന്നത്. 25 വേദികളിലായിട്ടാണ് 25 വേദികളിലായി 249 മത്സര ഇനങ്ങളാണുള്ളത്. 15,000-ഓളം വിദ്യാർത്ഥികളാണ് ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നത്. എന്തായാലും വിപുലമായിട്ടുള്ള ഒരുക്കങ്ങൾ ഒരുക്കിയിരിക്കുന്ന വിദ്യാർത്ഥികളടക്കം തന്നെ ഇന്ന് അനന്തപുരിയിലെത്തും. തുടർന്ന് രജിസ്ട്രേഷൻ നടപടികൾ ആരംഭിക്കും. എന്തായാലും ഇനി കാത്തിരിക്കുന്നത് ഈ കലോത്സവത്തിന് അല്ലെങ്കിൽ കലോത്സവത്തിന് തുടക്കം കുറിക്കുന്നത് കാണുവാൻ വേണ്ടിയിട്ടാണ്. നാളെ രാവിലെ 10 മണിയോടെ മുഖ്യമന്ത്രി ഔദ്യോഗികമായിട്ടായിരിക്കും ഈ കലാമേളയ്ക്ക് തുടക്കം കുറിക്കുന്നത്. അതുല്യ, ഇനി ആ കിഴക്കേക്കോട്ടയിലുള്ള പുത്തിരിക്കണ്ടം മൈതാനത്താണ് ഭക്ഷണത്തിനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. തണപ്പന്തലിൽ വലിയ രീതിയിൽ ഒരുപാട് പേർക്ക്, എനിക്ക് തോന്നുന്നു ഒരു 4000-ലധികം ആളുകൾക്ക് ഒരേ സമയം ഭക്ഷണം കഴിക്കാനുള്ള ഒരു സൗകര്യം പുത്തിരിക്കണ്ടം മൈതാനത്ത് ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ കിഴക്കേക്കോട്ടയെ സംബന്ധിച്ചിടത്തോളം ആ പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിനടുത്തായുള്ള ആ ഒരു ഭാഗത്ത് നിരവധിയായി വാഹനാപകടങ്ങളെല്ലാം സ്ഥിരമായി ഉണ്ടാകുന്ന ഒരു സ്ഥലം കൂടിയാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ ഇത്രയധികം വരുന്ന ഒരു തിരക്ക് അവിടെ വരുമ്പോൾ അത് നിയന്ത്രിക്കുന്നതിനാവശ്യമായ സജ്ജീകരണങ്ങളെല്ലാം തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ടോ? പ്രത്യേകിച്ചും ഗതാഗത നിയന്ത്രണം പോലുള്ള കാര്യങ്ങളെല്ലാം എപ്പോൾ മുതലായിരിക്കും ആരംഭിക്കുക? അതിൽ പറഞ്ഞത് ശരി തന്നെയാണ്. ഈ തിരുവനന്തപുരം പൊതുവെ എന്ന് പറയുന്നത് വളരെ ട്രാഫിക് കൂടിയ ഒരു സ്ഥലം തന്നെയാണ്. എന്നിരുന്നാൽ കൂടി ഈ സ്കൂൾ കലോത്സവത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ സ്കൂൾ കലോത്സവത്തോടനുബന്ധിച്ച് തന്നെ നിരവധി ഗതാഗത നിയന്ത്രണങ്ങൾ അടക്കം തന്നെ ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക യാത്രാ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ തന്നെ ഈ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്ത് പല സ്ഥലങ്ങളിലായി വാഹനങ്ങൾ പാർക്ക് ചെയ്യരുത് എന്ന് കാണിച്ചുകൊണ്ട് ഇതിനോടകം തന്നെ ഇപ്പോൾ ഉത്തരവടക്കം വന്നിട്ടുണ്ട്. സെക്രട്ടേറിയറ്റ് പുറത്തുള്ള സ്ഥലത്താണെങ്കിലും അല്ലെങ്കിൽ ഈ വിദ്യാർത്ഥികൾ പൊതുവെ ഈ പ്രധാന വേദികളിലും മറ്റുമാണെങ്കിലും വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് പൂർണ്ണമായും ഒഴിവാക്കിയിട്ടുണ്ട്. ഇത്തരത്തിൽ വിപുലമായിട്ടുള്ള പരിപാടികൾ തന്നെയാണ്, എന്തായാലും വിപുലമായിട്ടുള്ള ഒരുക്കങ്ങൾ തന്നെയാണ് ഇതിനോടകം തന്നെ ഒരുക്കിയിരിക്കുന്നത്. പ്രധാനമായി ഈ ഗതാഗത കുരുക്ക് രൂപപ്പെടാതിരിക്കാനുള്ള നടപടിക്രമങ്ങളെല്ലാം തന്നെ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇതിനോടകം തന്നെ ഉണ്ടായിട്ടുണ്ട്. ഇതിനോടകം തന്നെ ഉത്തരവിറക്കിയിട്ടുണ്ട്. ഇത്തരത്തിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യരുത്, വാഹനങ്ങൾ പാർക്ക് ചെയ്താൽ അത് ശിക്ഷിക്കുക അല്ലെങ്കിൽ നടപടിക്രമങ്ങളിലേക്ക് കടക്കും തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഇതിനോടകം തന്നെ എന്തായാലും വ്യക്തമാക്കിയിട്ടുണ്ട്. കൂടാതെ തന്നെ ഈ പുത്തരിക്കണ്ടം മൈതാനത്താണ് ഈ വിദ്യാർത്ഥികൾക്കായിട്ടുള്ള ഈ ഭക്ഷണത്തിനുള്ള സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. ഈ 25 വേദികളിലാണെങ്കിൽ അല്ലെങ്കിൽ 25 വേദികളിൽ മത്സര ഇനങ്ങൾ കഴിഞ്ഞു വരുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഭക്ഷണം ഒരുക്കിയിട്ടുള്ളത് ഈ പുത്തരിക്കണ്ടം മൈതാനത്താണ്. അതുകൊണ്ട് തന്നെ ഈ മത്സരത്തിൽ പങ്കെടുക്കേണ്ട വിദ്യാർത്ഥികൾ ഉണ്ടാകും, അല്ലെങ്കിൽ മത്സരത്തിൽ പങ്കെടുത്തതിന് ശേഷം ഭക്ഷണം കഴിക്കാൻ പോകുന്ന വിദ്യാർത്ഥികൾ ഉണ്ടാവും. ഇവർക്ക് വേണ്ടിയെല്ലാം തന്നെ പ്രത്യേക വാഹന
പഠന സൗകര്യങ്ങളെല്ലാം തന്നെയുണ്ടും വിദ്യാർത്ഥികളുടെ സുരക്ഷയാണ് ഏറ്റവും പ്രധാനമായി കണക്കിലെടുത്തിരിക്കുന്നത്. ഈ വിദ്യാർത്ഥികളുടെ സുരക്ഷ കണക്കിലെടുത്തുകൊണ്ട് തന്നെ ഈ വിദ്യാർത്ഥികൾക്ക് ഈ ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ പുത്തരിക്കണ്ടം മൈതാനത്തിലേക്ക് പോകുന്നതിന് വേണ്ടി പ്രത്യേകമായിട്ടുള്ള യാത്രാ സൗകര്യങ്ങളടക്കം തന്നെ ഇതിനോടകം തന്നെ ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൂടാതെ ഈ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനടക്കം തന്നെ കർശനമായിട്ടുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ പൊതു സ്ഥലങ്ങളിലും കൂടാതെ ഈ വേദികൾക്കരികിലും മറ്റും വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതടക്കം തന്നെ ഇതിനോടകം തന്നെ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇത്തരത്തിൽ കുട്ടികളുടെ സുരക്ഷ മാനിച്ച് ഈ നിരവധിയായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അല്ലെങ്കിൽ നിരവധിയായിട്ടുള്ള മാറ്റങ്ങൾ ഇതിനോടകം തന്നെ എന്തായാലും ഒരുക്കിയിട്ടുണ്ട്. ഇത്തരത്തിൽ വിപുലമായിട്ടുള്ള പരിപാടികൾ തന്നെയാണ് അല്ലെങ്കിൽ വിപുലമായിട്ടുള്ള ഒരുക്കങ്ങൾ തന്നെയാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇതിനോടകം തന്നെ ഉണ്ടായിരിക്കുന്നത്. ഇനി പുത്തരിക്കണ്ട മൈതാനത്തെ കുറിച്ച് പറയുകയാണെങ്കിലും 20 അല്ലെങ്കിൽ ഇത്തരത്തിൽ 4000 പേർക്ക് ഭക്ഷണം 20 വരികളിലായി തന്നെ 4000 പേർക്ക് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യമാണ് ഒരുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിദ്യാർത്ഥികൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകാനുള്ള അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതിരിക്കാനുള്ള എല്ലാ നടപടിക്രമങ്ങളും എന്തായാലും ഒരുക്കിയിട്ടുണ്ട്. ഈ ഭക്ഷണമാണെങ്കിൽ തന്നെ ഒരു സമയം 4000 പേർക്ക് ഭക്ഷണം കഴിക്കാവുന്ന രീതിയിലാണ്. ഇതിൽ മത്സരം കഴിഞ്ഞു വരുന്നവരും അല്ലെങ്കിൽ മത്സരത്തിലേക്ക് പോകുന്നവരുമായിട്ടുള്ള വിദ്യാർത്ഥികളടക്കം തന്നെ വരുന്നതായിരിക്കും. ഇതിനായിട്ടുള്ള പ്രത്യേക രജിസ്ട്രേഷൻ അടക്കം തന്നെയുണ്ട്. അല്ലെങ്കിൽ ഭക്ഷണത്തിനായിട്ടുള്ള പ്രത്യേക പാസ് അടക്കം തന്നെയുണ്ട്. ഈ പാസ് കാണിക്കുന്നതിനോട് മുറയ്ക്കായിരിക്കും അല്ലെങ്കിൽ ഈ ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം എന്തായാലും ഒരുക്കുക. ഇത്തരത്തിൽ വിദ്യാർത്ഥികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാനുള്ള എല്ലാ നടപടിക്രമങ്ങളും ഇതിനോടകം തന്നെ ഒരുക്കിയിട്ടുണ്ട്. ഇനി എന്തായാലും അറിയേണ്ടത് അല്ലെങ്കിൽ ഇന്നത്തോടെ തന്നെ വിദ്യാർത്ഥികളടക്കം തന്നെ വിവിധ ജില്ലകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളടക്കം തന്നെ തലസ്ഥാന നഗരിയിൽ ഒഴുകിയെത്തും. ഈ രാവിലെ മുതൽ തന്നെ ഈ 10 മണിക്ക് രജിസ്ട്രേഷൻ ആരംഭിക്കുന്നത് കൊണ്ട് തന്നെ ഈ രാവിലെ മുതൽ തന്നെ പല സ്കൂളിൽ നിന്നുള്ള വിദ്യാർത്ഥികളടക്കം തന്നെ ഇതിനോടകം തന്നെ ഈ തലസ്ഥാന നഗരിയിൽ തന്നെ ഒഴുകിയെത്തുന്നുണ്ട്. അല്പസമയത്തിനകം തന്നെ ഇനി 10 മണിക്ക് രജിസ്ട്രേഷൻ ആരംഭിക്കും. 10:30 പാലുകാച്ചൽ ഊട്ടുപുരയുടെ പാലുകാച്ചൽ ആരംഭിക്കും. സ്വർണ്ണക്കപ്പ് ഇന്നാണ് എത്തുന്നത്. തലസ്ഥാന നഗരിയിൽ സ്വർണ്ണക്കപ്പ് ഇന്നാണ് എത്തുന്നത്. കാസർഗോഡ് നിന്നും ആരംഭിച്ച സ്വർണ്ണക്കപ്പ് തിരുവനന്തപുരം അതിർത്തിയിൽ മന്ത്രി വി ശിവൻകുട്ടിയാണ് എന്തായാലും ഒരുക്കിയിരിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഈ വേദികളിലും മറ്റും സന്ദർശിക്കുന്നതിന് വേണ്ടി മന്ത്രിമാരടക്കം തന്നെ എത്തിയിരുന്നു. എന്തായാലും മന്ത്രിമാരുടെ സാന്നിധ്യം ഈ പ്രധാന വേദിയായാലും അല്ലെ മറ്റു വേദികളിലായാലും മറ്റു മന്ത്രിമാരുടെ സാന്നിധ്യം അടക്കം തന്നെയുണ്ട്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്കുള്ള എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കാനുള്ള സാഹചര്യമുണ്ടോ എന്നതടക്കം തന്നെ പരിശോധിക്കുവാൻ വേണ്ടിയിട്ട് പൂർണ്ണമായും അല്ലെങ്കിൽ ഈ കലോത്സവത്തിന് തുടക്കം മുതൽ തന്നെ നിരവധിയായിട്ടുള്ള ഈ പ്രതിനിധികളടക്കം തന്നെ ഈ രാഷ്ട്രീയ പ്രതിനിധികളടക്കം തന്നെ അല്ലെങ്കിൽ അവരുടെ പ്രാധാന്യം അടക്കം തന്നെ ഓരോ വേദികളിലുമായി നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം ഈ മന്ത്രി വി ശിവൻകുട്ടി കലോത്സവത്തിന് തിരി തെളിയാൻ ബാക്കിയുള്ളത് ഇനി മണിക്കൂറുകൾ മാത്രമാണ്. കലോത്സവ നഗരിയിൽ നിന്നും കലവറയുടെയും വേദികളുടെയും ഒരുക്കങ്ങളുടെയും എല്ലാം വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു വിനയരാജ്.